ശ്രീ പി ജെ വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇവിടെ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം പോസിബിൾ ആണ് എന്ന സംശയവും ഒരു ഭാഗത്ത് ഉയരുകയാണ്. 3 ഘട്ടങ്ങളായുള്ള സമാധാന ശ്രമത്തിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. 14 കരാർ, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിവരങ്ങൾ ഇല്ല എങ്കിൽ പോലും ഇറാൻ മാധ്യമങ്ങളൊക്കെ ഈ 14 കരാർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കുക, ഈ നാവികരെ പിൻവലിക്കുക, ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് ഉൾപ്പെടുന്നത്. 30 ദിവസം നീണ്ട ടൈമിലാണ് മറ്റ് പ്രധാനപ്പെട്ട മറ്റ് നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത്. താങ്കൾക്ക് ഈ കരട് രേഖ വായിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അമേരിക്കയ്ക്കും ഇസ്രായേലിനും അംഗീകരിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണോ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയിൽ അതിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയും സോവറിനിറ്റിയും, അതിന്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ സംരക്ഷിക്കണം, അതിന്റെ പരമാധികാരം സംരക്ഷിക്കണം. അത് ആ രാജ്യത്തിന്റെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. അത് ബലികഴിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ഇറാൻ ഇക്കാര്യമാണ് ഊന്നി പറയുന്നത്. ആ രാജ്യം ഏതു നിമിഷവും ആക്രമിക്കപ്പെടാം. സമാധാന പ്രക്രിയയിലേക്ക് അവർ വന്നു എന്നുള്ളത് വാസ്തവമാണ്. 2015 ഒപ്പുവെച്ച P5+1 കരാർ, അത് 2018 ഏകപക്ഷീയമായി ഒബാമ അതിൽ നിന്ന് പിന്മാറിയതാണ്. അതിന് ഒബാമയല്ല, ട്രംപാണ്. ശ്രീ പി ജെ വിൻസെന്റ്, കേൾക്കാമോ? കേൾക്കാം. തുടർന്നോളൂ. 2023 ഒക്ടോബർ 7 ശേഷം സ്ഥിതി ആകെ മാറി. യഥാർത്ഥത്തിൽ ഇറാന്റെ സർവാത്മനായുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് അത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികാരത്തിന്റെ ഘടകം അതിലുണ്ട്. അതേ തുടർന്ന് 2024 ഉണ്ടായിട്ടുള്ള 12 ദിന യുദ്ധവും ഏകപക്ഷീയമായി ഇറാന്റെ പരമാധികാരത്തെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. അതിൽ ഏറ്റവും മാരകമായ ആയുധപ്രയോഗവും അമേരിക്ക നടത്തി. B2 ബോംബറുകൾ, അതുപോലെ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഒക്കെ ഉപയോഗിക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലാണ് ഈ B2 ബോംബറുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അമേരിക്കയ്ക്ക് മാത്രമേ അത്തരം യുദ്ധവിമാനങ്ങൾ ഉള്ളൂ. അപ്പോൾ അതീവ സങ്കീർണമായ യുദ്ധ മേഖലയിലേക്ക് ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണത്. അതൊരു തുറുപ്പ് ചീട്ട് പോലെ ഉപയോഗിക്കേണ്ട ഒന്നാണ്, ബ്രഹ്മാസ്ത്രമാണ്. അതൊക്കെ ഈ 12 ദിന യുദ്ധത്തിൽ ഇറാന് നേരെ പ്രയോഗിക്കുകയുണ്ടായി. അതിനുശേഷമാണ് കഴിഞ്ഞ ഫെബ്രുവരി 28 സംഘർഷം ആരംഭിക്കുന്നത്. അതിന്റെ തുടർച്ചയിലാണല്ലോ ഇപ്പോൾ ഈ സമാധാന പ്രക്രിയയിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ 2 കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്നാമത്തത് ട്രംപിന്റെ അപ്രതീക്ഷിതമായ തീരുമാനങ്ങളാണ്. ഒരു സമാധാന പ്രക്രിയയിലേക്ക് പോവുകയും അതിനനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം നിലപാട് മാറ്റുകയും ഭീഷണി മുഴക്കുകയും അക്രമത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഭീഷണി ഉയർത്തി ഉടൻ ആക്രമിക്കുമെന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന് പറയുന്ന പോലെ അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്യും. രണ്ടാമത്തത് ഇസ്രായേലിന്റെ സമീപനമാണ്. ഗസ ഇസ്രായേൽ വെടിനിർത്തൽ ഉണ്ടായി എങ്കിലും വെടിനിർത്തൽ നിരന്തരമായി ലംഘിക്കുന്നുണ്ട്. ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ കരാർ ഏപ്രിൽ 7 വന്നുവെങ്കിലും അത് പിന്നീട് യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പോൾ തുടർച്ചയായി അക്രമം നടത്തുക, അതിന്റെ കൂടെ സമാന്തരമായി സമാധാന പ്രക്രിയയും കൊണ്ടുപോവുക എന്ന നയമാണ് പൊതുവിൽ അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്നത്. അതല്ലാതെ ഒരു സംഘർഷം അവസാനിപ്പിച്ച് സ്ഥിരതയാർന്ന സമാധാനം, സുസ്ഥിര സമാധാനം സ്ഥാപിക്കുക എന്നതിലേക്ക് ഈ സമാധാന പ്രക്രിയ വളർന്നിട്ടില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. എങ്കിലും ഗൾഫ് മേഖലയുടെ സവിശേഷമായ പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ ഉണ്ടാകുന്ന അടിയന്തരമായ സമാധാനം അവിടെ സ്ഥാപിച്ചെടുക്കേണ്ടുന്നത് ലോക സമൂഹത്തിന്റെ പൊതുവായ ആവശ്യമായി മാറിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്ന ഈ സമാധാന പ്രക്രിയയെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പരമാവധി നേരത്തെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം അവസാനിക്കുകയും ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നു കൊടുക്കുകയും വേണം. ഇതിലൂടെ മാത്രമേ ഇന്ന് ലോകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി,
ലോകം അഭിമുഖീകരിക്കുന്ന എനർജി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുള്ളൂ. അതോടൊപ്പം ഇറാൻ ഇന്ന് തകർന്നടിഞ്ഞ ഒരു രാജ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ 20 മില്യൺ ആളുകൾക്കാണ്, 20 ലക്ഷം മനുഷ്യർക്കാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഏറ്റവും പുതിയ വിനിമയ നിരക്ക് എടുത്തു നോക്കുമ്പോൾ ഒരു ഇറാനി റിയാല് ഒരു ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഡോളർ കിട്ടണമെങ്കിൽ 13,75,175 റിയാല് കൊടുക്കണമെന്നുള്ളതാണ് അവസ്ഥ. അപ്പോ അവരുടെ അതുപോലെ ഈ സൈനികമായ പ്രതിരോധം, അക്രമമൊക്കെ അവർക്ക് നടത്താൻ കഴിയുന്നുണ്ടോ എങ്കിലും അവരുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇറാന് അടിയന്തര സമാധാനം അനിവാര്യമാണ്. അവിടെ റീകൺസ്ട്രക്ഷനും ആവശ്യമാണ്, പുനർനിർമ്മാണം ആവശ്യമാണ്. അത് ആ മേഖലയുടെ മുഴുവൻ സമാധാനത്തിനും അനിവാര്യമാണ്. അതുകൊണ്ട് ഈ സമാധാന പ്രക്രിയ മുന്നോട്ട് പോവുകയല്ലാതെ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഈ 3 രാജ്യങ്ങൾ നേരിട്ടിടപെടുന്ന ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്നത് ഈ 3 പാർട്ടികളുടെ മാത്രം താല്പര്യമല്ല, ലോകത്തിന്റെ പൊതുവായ താല്പര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമാധാനം നിലവിലുള്ള 14 നിർദ്ദേശങ്ങളിൽ ഒരുപക്ഷെ അത് ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് എത്രമാത്രം അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകും എന്നത് പ്രശ്നമാണ്. ഏതായാലും അത് ഡയലോഗിലൂടെ പരിഹരിക്കേണ്ടുന്ന പ്രശ്നമാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ ധാരണയിലെത്താൻ സാധിക്കും, ഏതൊക്കെ കാര്യങ്ങളിൽ വിരുദ്ധാഭിപ്രായം നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ ഡിപ്ലോമാറ്റിക് പ്രോസസ്സിലൂടെ അതിലൊരു കൺസെൻസസിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലേക്കാണ് പോകുന്നത്. ഇനിയും തുടർച്ചയായ ഒരു സംഘർഷമോ കഴിഞ്ഞ ഫെബ്രുവരി 28 ശേഷം ഏകദേശം ഏപ്രിൽ 8 വെടിനിർത്തൽ വന്നത് വരെ ആ കാലത്തുണ്ടായിട്ടുള്ള ഒരു അക്രമത്തിന്റെ രൂപത്തിൽ ഒരു ഫ്ലെയറപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അത് താങ്ങാനുള്ള ശേഷി ഈ സംഘർഷത്തിൽ ഇടപെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കോ അയൽ രാജ്യങ്ങൾക്കോ ഗൾഫിലെ വികസിത ഓയിൽ റിച്ച് മൊണാർക്കീസിനോ ഒന്നുമില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമാധാന പ്രക്രിയ ഫലം കാണും എന്ന് ന്യായമായി പ്രതീക്ഷിക്കാൻ മാത്രമേ. ശരി, അതെ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ പുതിയ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദ ടേംസ് ദാറ്റ് ഇറാൻ ലീക്ഡ് ഔട്ട് ടു ദ ഫേക്ക് ന്യൂസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ ടേംസ് ദാറ്റ് വി അഗ്രീഡ് ടു ഡു ഇൻ റൈറ്റിംഗ്. What they said, including their weak and pathetic statement on having the deal, bears no relation to the truth. Very dishonorable people to deal with. With them, there is no such things as dealing in good faith എന്നാണ് ട്രംപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ലീക്ക് ചെയ്തു കൊടുത്ത വാർത്തകൾക്കൊന്നും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ട്രംപ് തന്നെ പറയുകയാണ്. ശ്രീ AM ഷിനാസ്, ഇതിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അവരുടെ സ്വതന്ത്ര പരമാധികാരം സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.